നമസ്കാരം. ആശ റേഡിയോ ആരോഗ്യത്തിൽ അല്പകാര്യം ഹെൽത്ത് സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസം കോളോറെക്ടൽ അവയർനെസ് മന്ത് ആണ്. ലീഡ് ചെയ്യപ്പെടുന്ന ക്യാൻസറുകളിൽ മൂന്നാമത്തെ നമ്പറായിട്ടാണ് കോളോറെക്ടൽ ക്യാൻസർ പറയപ്പെടുന്നത്. ഈ കോളോറെക്ടൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ക്രീനിങ് ടൂളാണ് കൊളോണോസ്കോപ്പി. ഈ കൊളോണോസ്കോപ്പി എന്താണെന്നും അതിനെക്കുറിച്ച് എന്തെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളോട് വിശദമായി സംസാരിക്കുവാൻ വേണ്ടി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 17 വർഷമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സിമി ജെസ്റ്റോ ജോസഫ് നമ്മോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. ഡോക്ടർ സിമി ജെസ്റ്റോ ജോസഫ്, വെൽക്കം ടു ദ ഷോ. Thank you, Anila. Thank you for having me, Asha Radio. Thank you. How is the weather in Chicago today? It's a little chilly. എന്നാലും നമ്മുടെ സ്പ്രിംഗ് വെതർ ആയി വരുന്നു. ഓക്കെ. സോ അധികം മലയാളികൾ പൊതുവെ പോകാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിപ്പാർട്ട്മെന്റ്. അവിടെ 17 വർഷമായി ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഒത്തിരി വിവരങ്ങൾ ഞങ്ങൾക്ക് സിമിയിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കൊളോണോസ്കോപ്പി? കൊളോണോസ്കോപ്പിയുടെ ഒരു എൻറ്റയർ രൂപം ഞാൻ ഒരു സിമ്പിളായിട്ട് പറയാം. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീളമുള്ള ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ കൈവിരലിന്റെ അത്രയും വണ്ണമേ ഉള്ളൂ ഈ ഇൻസ്ട്രുമെന്റിന്. അതിന്റെ അറ്റത്ത് ക്യാമറയുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ ചാനൽസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സ്പെസിമെനോ ബയോപ്സിയോ എന്തെങ്കിലും സാധനങ്ങൾ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള. പിന്നെ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ വൻകുടല് 5 ഫീറ്റ് ഉണ്ടല്ലോ, ഈ വൻകുടല് മൊത്തം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റ് നമ്മുടെ രക്തത്തിൽ നിന്ന് ഓൾ ദ വേ അറ്റ് ദി എൻഡ് ഓഫ് റൈറ്റ് കോളൻ വരെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. സോ കൊളോണോസ്കോപ്പി ഈസ് മെയിൻലി ഫോർ determining something happening within the large intestine. Do we look at least at some part of the small intestine also during colonoscopy? We can. ബട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മുടെ ലെങ്ത് ആണ് ലിമിറ്റേഷൻസ്. ആ ഇൻസ്ട്രുമെന്റിന്റെ ലെങ്ത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഈലിയം ആണ്. അതിന്റെ കുറച്ച് ഭാഗം കൂടെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷെ വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ത്രൂ ദാറ്റ് കിങ്ക്. നമ്മുടെ ഒരു ബൗൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണഞ്ഞാണല്ലോ കിടക്കുന്നത്. നമ്മുടെ ചെറുകുടലാണെങ്കിൽ വളരെയധികം പിണഞ്ഞ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ചെക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാർജ് ബൗൾ ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണെന്ന് പറയാം. നമ്മുടെ ഒരു സ്ക്വയർ പോലെയാണ് ഇരിക്കുന്നത്. ചിലരിൽ പക്ഷെ അത് ട്വിസ്റ്റഡ് ആയിട്ടും കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൊളോണോസ്കോപ്പി പ്രൊസീജിയർ വരുന്നത്. അപ്പം അങ്ങേ അറ്റത്ത് ചെന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും ലീഷൻസ് ഉണ്ടോ, ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ കൊളോണോസ്കോപ്പി പ്രൊസീജിയർ വഴി സാധിക്കുന്നതാണ്. സോ കൊളോണോസ്കോപ്പി ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആണ്, അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടൂൾ ആണ്. അതായത് നമുക്ക് രോഗലക്ഷണങ്ങൾ വേണമെന്നുണ്ടോ കൊളോണോസ്കോപ്പി ചെയ്യുവാനായിട്ട്? ഇപ്പൊ അനില പറഞ്ഞതില് ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് പറയാൻ പറ്റുന്നത്, കൊളോണോസ്കോപ്പി നമ്മൾ സ്ക്രീനിങ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഡയഗ്നോസ്റ്റിക് ആയിട്ടും നമ്മുടെ ട്രീറ്റ്മെന്റിനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കൊളോണോസ്കോപ്പി. സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് കൊളോണോസ്കോപ്പി ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും വേദന വരുന്നു, എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന നേരത്തും ഈ കൊളോണോസ്കോപ്പി ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടോ, അതും അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കൊളോണോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യുന്ന വഴി. അതുവഴി സർജറി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ലീഷൻസ് ഉണ്ട് പക്ഷെ ക്യാൻസറസ് അല്ലാത്ത ലീഷൻസ് ഉണ്ടെങ്കിൽ അത് കൊളോണോസ്കോപ്പി പ്രൊസീജിയർ വഴി തന്നെ നമുക്ക് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ആൻഡ് ഓൾസോ എ ട്രീറ്റ്മെന്റ് മെത്തേഡും കൂടിയാണ് കൊളോണോസ്കോപ്പി. അത് പറഞ്ഞപ്പോൾ തന്നെയാണ് എനിക്ക് വേറൊരു സംശയം. പൊതുവേ എല്ലാവർക്കും പേടിയാണ് കൊളോണോസ്കോപ്പി. ഞങ്ങളുടെ ഒരു ടൈറ്റിൽ തന്നെ കൊളോണോസ്കോപ്പി പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നോർത്ത് അമേരിക്കയില് ചില എല്ലാ പ്രൈമറി കെയർ ഫിസിഷ്യൻസിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു പ്രായത്തിനപ്പുറം, അത് ഏത് പ്രായമാണ്
പൊതുവെ പറയുന്നതും എല്ലാവരും കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, കൊളോണോസ്കോപ്പി പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലാത്തൊരു പ്രൊസീജിയറാണ്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ മാമോഗ്രാം നമ്മൾ ചെയ്യുന്നത് എന്തിനാ? ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ലീഷൻസ് ഉണ്ടോ എന്ന് നോക്കുന്നു. അതിനൊരു സർട്ടൻ ഏജ് ഉണ്ട്. സർവൈക്കൽ ക്യാൻസർ നമ്മൾ പാപ്സ്മിയർ ചെയ്യുന്നു, എവറി 1 ഇയറോ അല്ലെങ്കിൽ 2 ഇയറോ നമ്മൾ ചെയ്യുന്നത് ആ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ ആണുങ്ങളിലാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ എക്സാമിൻ ചെയ്യാൻ ആനുവലി ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും ലീഷൻസ് ഉണ്ടോന്ന്. ഇതുപോലെ തന്നെ അമേരിക്കയില് നമ്മുടെ എല്ലാ ക്യാൻസേഴ്സും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുവാണെങ്കിൽ അവർ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് കോളൻ ക്യാൻസർ 150,000 ആൾക്കാരിൽ ഒരു വർഷം വരുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായിട്ട്, അപ്പൊ ദിസ് ഇയറും അങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്, 150,000 ആൾക്കാരിൽ വരുമെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പ്രിവെന്റ് ചെയ്തല്ലേ പറ്റൂ ഇത്രയും ആൾക്കാരെ. പിന്നെ അവർ ഏജ് നോക്കിയപ്പം അറ്റ്ലീസ്റ്റ് 12% ഓഫ് കോളൻ ക്യാൻസർ ഇസ് ഡിറ്റക്റ്റഡ് ലെസ് ദാൻ 50 ഇയേഴ്സ് ഓഫ് ഏജ്. അതായത് ഒരു 29 to 49 ഇയേഴ്സ് ഓഫ് ഏജില് 12% ഓഫ് ക്യാൻസേഴ്സ് ആർ സീൻ. അപ്പൊ നമ്മുടെ ഡയറ്ററി ചേഞ്ചസും നമ്മുടെ കാലം മാറി, പണ്ടത്തെ കാലമല്ല ഇപ്പോ. അപ്പൊ അങ്ങനെ വന്നപ്പം ആ ക്യാൻസറിന്റെ ആ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്യുന്നത് ഓരോ വർഷവും ഇല്ലെങ്കിലും എവറി 2 ഇയേഴ്സ് 5 ഇയേഴ്സ് ഒക്കെ അവര് ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ വർഷം ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആ ഒരു ട്രെൻഡ് കണ്ടതുകൊണ്ട് യങ്ങർ പോപ്പുലേഷനിലേക്ക് എത്രയും വേഗം കോളൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജ് 45 ആൻഡ് എബവ് ആക്കി. നമ്മൾ ആദ്യം 45 നമുക്കുണ്ടായിരുന്നത് ആഫ്രിക്കൻ അമേരിക്കൻസ് മാത്രമായിരുന്നു, ബാക്കി എല്ലാവർക്കും 50 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ എല്ലാവർക്കും 45 ഇയേഴ്സ് ആൻഡ് എബവ് 45 ഓൺവേർഡ്സ് യു ക്യാൻ ഹാവ് കൊളോണോസ്കോപ്പി ആസ് എ സ്ക്രീനിങ് പ്രൊസീജിയർ. ദെൻ അപ് ടു 75 ഒരു ഏജ് ഗ്യാപ്പ് പറയുവാണെങ്കിൽ നമ്മൾ നോർമലി 45 മുതൽ 75 വരെയാണ് സ്ക്രീനിങ് ഏജ്. പിന്നെ 75 to 85 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അവർക്ക് താല്പര്യമുണ്ട്, കോളൻ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് നമ്മളൊരു ഏജ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സിമി നോർത്ത് അമേരിക്കയിലുള്ള മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. സിമിയുടെ മറ്റൊരു ഇന്റർവ്യൂവില് ഞാൻ കേൾക്കുകയുണ്ടായി സൗത്ത് ഏഷ്യൻസിന്റെ ഇടയ്ക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്പറിനെ കുറിച്ച്. കാരണം ഞങ്ങളുടെ ആശ റേഡിയോയുടെ പ്രേക്ഷകരും ശ്രോതാക്കളും കൂടുതലും സൗത്ത് ഏഷ്യൻസ് ആയതുകൊണ്ട് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഒരു നമ്പർ പങ്കുവെക്കുകയുണ്ടായി. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടി അത് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. സൗത്ത് ഏഷ്യൻസ് ഇപ്പം അമേരിക്കയിൽ ജീവിക്കുന്ന സൗത്ത് ഏഷ്യൻസും ഇന്ത്യയിൽ ജീവിക്കുന്ന സൗത്ത് ഏഷ്യൻസിന്റെയും റിസ്ക് ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഒരു ചെക്ക് ചെയ്തപ്പം അമേരിക്കയില് ഫസ്റ്റ് ടോപ്പ് 3 ക്യാൻസേഴ്സിലാണ് കോളൻ ക്യാൻസർ ഇന്ത്യൻസിൽ കണ്ടുവരുന്നത്. അതായത് ലങ്, പ്രോസ്റ്റേറ്റ്, പിന്നെ കോളൻ ക്യാൻസർ. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ICMRന്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 8th ആണ് ഇതിൽ വരുന്നത്, നമ്പറിൽ വരുന്നത്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതികളും കൊണ്ടും നമ്മൾ കാലാവസ്ഥ, ഭക്ഷണം, ജീവിത രീതി ഇതെല്ലാം കൊണ്ടുമാണ് നമ്മുടെ ആ ഒരു റിസ്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഏഷ്യൻ അമേരിക്കൻസ് or Malayalis or whoever living in US, they have a higher chance than getting colon cancer when you compare to those who live in India. Yeah, so you are just saying because of the other factors, the risk factors are high also in South Asian community. That is very good information. So let me ask you, once we are doing the colonoscopy, how often we have to do the colonoscopy? ഇപ്പൊ കൊളോണോസ്കോപ്പി നോർമൽ കൊളോണോസ്കോപ്പി ആണ്. ഇപ്പൊ ഏജ് 45, ഇപ്പം എന്റെ ഏജ് പറയാൻ പാടില്ല, എന്നാലും ഞാനൊക്കെ കൊളോണോസ്കോപ്പി ചെയ്തു. ഇപ്പൊ എവറിത്തിങ് ഈസ് നോർമൽ, then I don't have to worry about 10 years. ഒരു 10 വർഷത്തെയാണ് സ്ക്രീനിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഇനി ഒരു വർഷം ഒരു കൊളോണോസ്കോപ്പി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പറയുന്ന സർവെയിലൻസ് കൊളോണോസ്കോപ്പി എന്നാണ്. അപ്പൊ നമ്മുടെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് പിന്നെ നമ്മൾ അടുത്തത് എപ്പോഴാണ് തീരുമാനിക്കുന്നത്. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ എപ്പോ ചെയ്യണം എന്നുള്ളത്. ഒന്ന്, നമ്മളുടെ പേഴ്സണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും കോളൻ ക്യാൻസർ ഉണ്ട്, അപ്പനമ്മ, ബ്രദർ, സിസ്റ്റേഴ്സ്, ആൻഡ് അങ്കിൾ, ഇവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് ഹയർ ആണ്. സോ വി ഹാവ് ടു ഡു എവറി 5 years. പിന്നെ നമുക്ക് നമ്മുടെ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് പോളിപ്സ് കണ്ടു. ആ പോളിപ്സിന് നമുക്ക് അതിൻ്റെതായ ഗൈഡ് ലൈൻസ് ഉണ്ട്.
ഇപ്പം ഒരു പോളിപ്പാണോ, 2 എണ്ണമാണോ, 3 എണ്ണമാണോ, 5 എണ്ണമാണോ, ആ നമ്പർ അനുസരിച്ചും പിന്നെ പോളിപ്പിന്റെ സൈസ് അനുസരിച്ചുമാണ് അടുത്ത കൊളോണോസ്കോപ്പി ഡോക്ടർമാര് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് 5 വർഷം എന്നാ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ 5 വർഷം കഴിഞ്ഞ് ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. You have to know your risk and where you stand in the category. അപ്പൊ നിങ്ങളുടെ തന്നെ ഗാസ്ട്രോൻട്രോളജിസ്റ്റ് പറയുന്ന റെക്കമെൻഡേഷൻസിൽ വേണം അടുത്ത കൊളോണോസ്കോപ്പി ചെയ്യാൻ. Yeah, that was a very good information. So it depends upon the results of the first colonoscopy and also the underlying risk factors and familial history. So that was a great information, Dr. Simi. So the other thing we all are scared about, including me, is like colonoscopy. Does it have to be under anesthesia or without anesthesia? ഇപ്പൊ പണ്ട് ഞാൻ കൊളോണോസ്കോപ്പി പ്രൊസീജിയർ ഒക്കെ കണ്ടിട്ടുള്ളത് 17 വർഷം മുന്നേ ഞാൻ GI വന്നപ്പം ചില ആൾക്കാർക്ക് അനസ്തീഷ്യ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാര് അനസ്തീഷ്യ വേണ്ട എന്ന് പറഞ്ഞ് അനസ്തീഷ്യ ഇല്ലാതെ കൊളോണോസ്കോപ്പി ചെയ്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ഒത്തിരി കോൺഫിഡൻസോട് കൂടി വരുന്ന ആൾക്കാരാണ് അന്നത്തെ കാലത്ത് അത്രയും ഗോ ത്രൂ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇറ്റ്സ് ഡിഫിക്കൽട്ട്, ഇവന്റെ ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഡിസ്കംഫർട്ട് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൊസിഷൻസ് ഒക്കെ മാറി കിടക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടാണ്. പക്ഷെ അത് നേരിടാൻ തയ്യാറുള്ള ആൾക്കാർ അന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അത് പതിയെ പതിയെ അത് നിന്നു. കാരണം ഇറ്റ്സ് ഹൈ റിസ്ക്. സെഡേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും സ്ട്രെയിൻ ചെയ്യുമ്പം ഈ പെർഫറേഷൻ വരാൻ ഒത്തിരി ചാൻസസ് ഉണ്ട്. നമ്മള് ഒരു എയർ പാസ് ചെയ്തിട്ടാണ് ഈ കോളൻ ഡിസ്റ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ലീഷൻസ് കണ്ടുപിടിക്കുന്നതും. ഈ കൊളോണോസ്കോപ്പ് അങ്ങേ അറ്റം വരെ എത്തണമെങ്കിൽ നമ്മൾ അതിനെ അഡ്വാൻസ് ചെയ്യണം. അഡ്വാൻസ് ചെയ്യുന്ന ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ എയർ ഇൻഫ്ലേറ്റ് ചെയ്ത്, എയർ അല്ല ഇപ്പം CO2 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. CO2 പെട്ടെന്ന് അബ്സോർബ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ബ്ലോട്ടിങ്ങോ അങ്ങനെയൊന്നും പ്രൊസീജിയർ കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ CO2 ഇൻഫ്ലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ലീഷൻസ് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്ത് അതിനൊക്കെ സമയമെടുക്കും. അപ്പം സെഡേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോഴത്തെ കാലത്ത് കൊളോണോസ്കോപ്പിയിൽ. സോ സെഡേഷൻ ഇസ് വെരി സേഫ്. അതിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. 2 ടൈപ്പ് ഓഫ് സെഡേഷൻസ് ഉണ്ട്. അത് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണോ അതോ കാർഡിയാക് റിസ്ക് അല്ലെങ്കിൽ പേസ് മേക്കർ അങ്ങനെ ഹാർട്ട് സർജറീസ് അതൊക്കെ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇച്ചിരി ഹൈ റിസ്ക് ആ സെഡേഷന്. അപ്പൊ അതിനനുസരിച്ച് ഡിഫറെന്റ് അനസ്തീഷ്യ സജസ്റ്റ് ചെയ്യും. Okay, that was a very informative thing because having anesthesia is always a scary thing. So this explains very well why we need anesthesia for the procedure. Yeah, we don't want we don't want to risk ourselves when we are under some procedure. അല്ലേ, നമ്മൾ സർജറിക്ക് പോകാനാണെങ്കിൽ എന്ത് ടെസ്റ്റിന് പോകാനാണെങ്കിലും നമ്മൾ എങ്ങനെ സേഫ് ആയിട്ട് അതിൽ നിന്ന് വരാമെന്നുള്ളതാണ് നമുക്കും ആഗ്രഹം, ഡോക്ടേഴ്സിനും ആഗ്രഹം. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. Right. And I think it will help with the pain also, right? Like having some kind of anesthesia will have the patient not to know about the pain going through the procedure, right? Yeah. After the procedure is done, they won't have no pain, no discomfort, nothing. It's back to normal. Okay. So you yourself said you went through the colonoscopy. So one of the scariest part of colonoscopy is the preparation. How was the preparation? പ്രിപ്പറേഷൻ എല്ലാരെയും പോലെ തന്നെ എനിക്കും പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ചിലർക്ക് പേടി ഉണ്ടാവില്ല. കാരണം ക്ലെൻസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മലയാളീസ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അമേരിക്കൻസ് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ക്ലെൻസിങ് ചെയ്യുന്ന ആൾക്കാർ. So it's basically similar to that, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് ഉണ്ട്. എല്ലാ കൊളോണോസ്കോപ്പിക്കും സെയിം തിങ് ആണ്. നമ്മൾ ഒരാഴ്ച മുന്നേ മുതലേ രോഗികളോട് പറയും നട്ട്സ് കഴിക്കരുത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് കഴിക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയും. കാരണം നമ്മുടെ കോളനിൽ കുറച്ച് പോക്കറ്റ്സ് ഉണ്ട്. അതിനെ പറയുന്ന ഡൈബർട്ടിക്ലോസിസ് എന്നാണ്. അത് നോർമലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാരിൽ അത് കൂടുതൽ കാണും. അപ്പൊ ഈ പോക്കറ്റ്സില് ഈ നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ അതൊക്കെ അടിഞ്ഞുകൂടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുമ്പം അത് ക്ലീൻ ആവത്തില്ല. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റൂള് എത്രയും ക്ലീൻ ആവുന്നോ അത്രയും നമുക്ക് ക്യാൻസർ മിസ് ചെയ്യാതിരിക്കും, ലീഷൻസ് മിസ് ചെയ്യാതിരിക്കും. നമ്മുടെ കോളൻ
ചിലര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എന്റെ കോളൻ നല്ല ക്ലീൻ ആയിരിക്കും. പക്ഷെ ദാറ്റ്സ് എ റോങ് തിങ്. അപ്പൊ നമ്മള് പേഷ്യൻസിനോട് പറയണം, കാരണം നിങ്ങളുടെ കോളൻ എപ്പോഴും ലിക്വിഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഈവൻ ഇഫ് ഡോണ്ട് ഈറ്റ് ഓർ നോട്ട് യുനോ. പക്ഷെ അത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് ഡയറ്റ് പറയുന്നത്, തലേദിവസം നമ്മൾ ലിക്വിഡ് ഡയറ്റിലായിരിക്കണം, സോളിഡ്സ് ഒന്നും കഴിക്കരുത്. കാരണം നമ്മൾ ബൗൾ പ്രപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതാണ് ഒരു ഈസിനെസ്, നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരിക്കും. അപ്പൊ ലിക്വിഡ് ഡയറ്റ്. പിന്നെ ബൗൾ പ്രപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ചിലർ പറയും ഈസി ആയിട്ടുള്ള തരാൻ പറയും, ഗുളികയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഓപ്ഷൻ. ചിലര് ഇറ്റ്സ് എ മിസ്ഇൻഫർമേഷൻ ആണ്, ഇറ്റ്സ് ഔട്ട് ദെയർ. കാരണം ചില രോഗികൾക്ക് ഗുളിക കിട്ടിയിട്ടുള്ള പ്രപ്പ് ഉണ്ട്, പക്ഷെ അത് സാധാരണ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻസ് യൂസ് ചെയ്യത്തില്ല. കാരണം നമുക്ക് ക്യാൻസർ മിസ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമില്ല. ഈ പേഷ്യന്റ് 2 വർഷം കഴിഞ്ഞ് വീണ്ടും ക്യാൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആരാ കൊളോണോസ്കോപ്പി ചെയ്തെന്നല്ലേ ചോദിക്കത്തുള്ളൂ. കാരണം ഒരു കോളൻ ക്യാൻസർ 2 വർഷത്തിനകം ഒരിക്കലും കാണത്തില്ല. ഇഫ് യു ഹാഡ് എ ബെറ്റർ കൊളോണോസ്കോപ്പി യു വിൽ നെവർ ഗെറ്റ് എ കോളൻ ക്യാൻസർ in 1 year or 2 years. That's a great information. Okay. Yeah. So it's actually it's a misconception that polyp grow ചെയ്തു പെട്ടെന്ന് കോളൻ ക്യാൻസർ ഉണ്ടായെന്ന് പറയാനേ പറ്റത്തില്ല. If you had a better or a good colonoscopy, you will never get a colon cancer in 5 years or 10 years, at least 10 years if you don't have a risk. അപ്പൊ അങ്ങനെ ബൗൾ പ്രപ്പ് ആണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ സ്റ്റഡീസ് അനുസരിച്ച് സ്പ്ലിറ്റ് പ്രപ്പിനോടാണ് എല്ലാവരും താല്പര്യം കാണിക്കുന്നത്. കാരണം സ്പ്ലിറ്റ് പ്രപ്പ് എന്ന് പറയുമ്പം പകുതി പ്രപ്പ് നമ്മൾ തലേദിവസം എടുക്കും, തലേദിവസം 2 മണിക്കൂറിനകം നമ്മൾ പ്രപ്പ് എടുക്കണം. അത് നമുക്ക് ഫാർമസിയിൽ നിന്ന് തരുന്നതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എങ്ങനെ വാട്ടർ മിക്സ് ചെയ്ത് കഴിക്കണം എന്ന്. ഇച്ചിരി ടേസ്റ്റ് ബാഡ് ആണ്, അതിപ്പോ എല്ലാ പ്രപ്പും അങ്ങനെ തന്നെയാണ്, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ചില ഡോക്ടേഴ്സ് ഒത്തിരി കഴിക്കാൻ ഛർദിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഛർദിയുടെ മരുന്നുകളൊക്കെ അഡീഷണലി കൊടുക്കാറുണ്ട്, ഒന്ന് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്തവർക്ക് നമ്മൾ കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മള് ആ ഈവനിങ് നമ്മൾ എപ്പോഴും ബാത്റൂമിനോട് അടുത്ത് ഇരിക്കണം, നമ്മൾ വേറെ ആക്ടിവിറ്റീസിന് പുറത്തു പോവുകയൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. So you have to schedule yourself like you are home and 2 hours next to the bathroom. ആ 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് സെക്കൻഡ് പ്രപ്പ് എടുക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ കോളൻ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് കാരണമാണ് ഈ സെക്കൻഡ് പ്രപ്പ് ഗുണമാകുന്നത്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് പ്രപ്പ് കൊണ്ട് എല്ലാം ക്ലീനായി, എന്റെ എല്ലാം ക്ലീനായി, ഇനി ഞാൻ ഇതിനെ സെക്കൻഡ് പ്രപ്പ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു ആൻസർ ആണ്, നമ്മൾ ഓവർനൈറ്റ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും കോളനിൽ വീണ്ടും ഡേർട്ടി ആയി കാണും. സോ ദ സെക്കൻഡ് പ്രപ്പ് വിൽ ഓൾവേസ് ഹെൽപ്പ് ടു ക്ലീൻ ബെറ്റർ. പിന്നെ അതിനുശേഷം ഫസ്റ്റ് പ്രപ്പും സെക്കൻഡ് പ്രപ്പും കഴിഞ്ഞ് നമ്മൾ കൊളോണോസ്കോപ്പി ടേബിളിലേക്ക് എത്തുന്നു. ഇസ് ദർ എനി റിസ്ക് വി മൈറ്റ് ഡേർട്ട് ദ ടേബിൾ? അതായത് നമ്മൾ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മൾ ടേബിള് അഴുക്കാക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാനത് ഞങ്ങളുടെ പ്രേക്ഷകരുടെ സ്വന്തം ഭാഷയിൽ ചോദിക്കുകയാണ്. ശരിക്കും അതൊരു എംബാരസ്മെന്റ് ആണ് അല്ലേ? നമ്മളെ അറിയുന്ന ഒരു ഡോക്ടറുമാണ്, നമ്മൾ ഡേർട്ടി ആക്കോ, നമ്മള് ഗ്യാസ് പാസ് ചെയ്യോ അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യോ എന്നൊക്കെ ഓർക്കും. ഒത്തിരി ലേഡീസിനാണ് അത് ഒത്തിരിയും വറിയുള്ളത്. കാരണം മെൻ ഐ ഡോണ്ട് തിങ്ക് ദേ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ് ബിഫോർ. പക്ഷെ ലേഡീസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പ്രീ ഓപ്പില് വരുമ്പോഴത്തേനും ചോദിക്കും എനിക്ക് ഒന്നുകൂടെ ബാത്റൂം പോട്ടെ ബിഫോർ ഗോയിങ് ടു ദ. അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊളോണോസ്കോപ്പിന്റെ അടുത്ത് പല ചാനൽസ് ഉണ്ടല്ലോ, ഈ ഒരു ചാനല് സക്ഷൻ ചെയ്യാനുള്ള ചാനലാണ്. അപ്പം ഡോക്ടർ ഇത് പാസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റൂൾ ഇല്ല, നമ്മൾ ഗുഡ് പ്രപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ സോളിഡ് ഇല്ല, പിന്നെ ലിക്വിഡേ ഉള്ളൂ, എന്തെങ്കിലും യെല്ലോയിഷ് ബയലിഷ് കളർ ഓഫ് ലിക്വിഡ് ഉണ്ടാവും. അത് സക്ഷൻ ചെയ്ത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്യും ഒരു സക്ഷൻ കാനിസ്റ്ററിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് വെരി ക്ലീൻ പ്രൊസീജിയർ, പുറത്തേക്ക് ഒന്നും അങ്ങനെ ഡേർട്ടി ആവാനുള്ള യാതൊരു ചാൻസസും ഇല്ല. Okay, so that is like that's a confidence for all the people who is going to have colonoscopy. So we in North America are so fortunate because our insurance absolutely cover the colonoscopy from the age of 45 and above. So are there any chances those who under the 45 may or may not have colonoscopy procedure? സോ ഏജ് യങ്ങർ ആയിട്ടുള്ള ഏജിൽ വരുന്ന ചില അസുഖങ്ങളുണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്. അതൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് രോഗികൾക്ക് ചില സിംറ്റംസ് കാണുമ്പോഴാണ്. ഇപ്പൊ ഡയറിയ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ലോസ്,
മാൽന്യൂട്രിഷൻ, അങ്ങനെ ഒത്തിരി ബ്ലീഡിങ്, പിന്നെ അനീമിക് ആവുന്നു. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ കോളനിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ, ക്യാൻസർ ഇല്ലെങ്കിൽ ക്യാൻസറും നമ്മൾ റൂൾ ഔട്ട് ചെയ്യും, പക്ഷെ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് അറിയാൻ കൊളോണോസ്കോപ്പി ചെയ്യണം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കവേർഡ് ബൈ ഇൻഷുറൻസ്. കാരണം നമുക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് ആയിട്ട്, സ്ക്രീനിങ് അല്ല, അപ്പോൾ ഇറ്റ്സ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഡയഗ്നോസ്റ്റിക് ആയിട്ട് കൊളോണോസ്കോപ്പി എല്ലാ ഇൻഷുറൻസും കവർ ചെയ്യും. അങ്ങനെ സെൽഫ് പേ ചെയ്യേണ്ട യാതൊരു അവസ്ഥയും അമേരിക്കയിൽ ഇതുവരെ വന്നിട്ടില്ല. അണ്ടർലൈങ് ഡിസീസസ് അല്ലെങ്കിൽ അണ്ടർലൈങ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി covered by insurance. That is a good information. So we have to have that right diagnosis, Exactly. ഡയഗ്നോസിസും അതൊക്കെ ഇൻഷുറൻസിന് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ കവർ ചെയ്യുന്നത്. Right. So far we covered about colonoscopy. We covered about what it is, what is colonoscopy used for as a diagnostic and as also a screening tool, about the preparation, and also what are the warning signs we have to look for the colonoscopy procedure, and also about the anesthesia part. So we are so fortunate to have Dr. Simi, who as a clinician who visually seen all this procedure, to explaining everything to our listeners. So again, ഞാൻ എൻ്റെ ശ്രോതാക്കളുടെ ഭാഷയിൽ ഞാൻ ചോദിക്കുക, ഇത് ചെയ്യാതിരിക്കാൻ വല്ല മാർഗവും ഉണ്ടോ? Is there any alternative for colonoscopy? Alternatives എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പിയോളം 100% ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് വേറെ ഇല്ല. കാരണം കൊളോണോസ്കോപ്പിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ സെയിം ടൈം യു ആർ ലുക്കിംഗ് അറ്റ് ദ ലേഷൻ, യു ആർ റിമൂവിംഗ് ദ റിസ്ക് ഓഫ് യുവർ ക്യാൻസർ, കംപ്ലീറ്റ്ലി ടേക്കിംഗ് ഔട്ട് എവറിത്തിങ്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യാനില്ല. പക്ഷെ നമ്മള് ചില സാഹചര്യങ്ങളിൽ ചില ടെസ്റ്റുകൾ ഓർഡർ ചെയ്യും. പിന്നെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ടെസ്റ്റാണ്, ഒരു സ്റ്റൂൾ ബേസ്ഡ് ടെസ്റ്റ് ആണ്, DNA ടെസ്റ്റ്, സ്റ്റൂൾ DNA. ഇറ്റ്സ് കോൾഡ് കോളോഗാർഡ്. കോളോഗാർഡ് പ്രൈമറി കെയർ ഫിസിഷ്യൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റിസ്കും ഇല്ലാത്ത ആൾക്കാര്, ഒരു റിസ്കും ഇല്ല, നോർമലി ഹെൽത്തി ഇൻഡിവിജ്വൽസിന് അവര് ഒത്തിരി ബുദ്ധിമുട്ട് കൊളോണോസ്കോപ്പിക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ കോളോഗാർഡ് അവര് കൊടുക്കും. എവറി ഇയർ കോളോഗാർഡ് ചെയ്ത് നോക്കും. കോളോഗാർഡ് എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റ് ആയതുകൊണ്ട് അത് 90% അത് ആക്യുറേറ്റ് ആണ് ഫോർ ഡിറ്റക്ടിങ് ലൈക്ക് പ്രീ മാലിഗ്നന്റ് ലീഷൻസ്, ലൈക്ക് പോളിപ്സിനൊക്കെ ചില ചേഞ്ചസ് വരുന്ന പോളിപ്സ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ DNA ടെസ്റ്റ്. അപ്പൊ ക്യാൻസർ ഉണ്ടെങ്കിലും അബ്നോർമൽ പോളിപ്സ് ഉണ്ടെങ്കിലും ഈ കോളോഗാർഡ് പോസിറ്റീവ് ആയിരിക്കും. കോളോഗാർഡ് പോസിറ്റീവായ കൊളോണോസ്കോപ്പിക്ക് അവര് വരേണ്ടി വരും. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാല് വേറെ ഒരെണ്ണൂടെ പറയാനുള്ളത്, ഈ നമ്മുടെ റിസ്ക് ഉണ്ടല്ലോ, നമുക്ക് അനസ്തീഷ്യ റിസ്ക് ചില പ്രായമായവരിൽ, അല്ലെങ്കിൽ ഒത്തിരി കിഡ്നി ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹാർട്ട് ഇഷ്യൂസ്, ലങ് ഇഷ്യൂസ്, ബേസിക്കലി ലങ് ഇഷ്യൂസ് ആകുമ്പോൾ നമുക്ക് അനസ്തീഷ്യ ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക്. അങ്ങനെയുള്ളവരിൽ ഇപ്പൊ നമ്മൾ ഒത്തിരി സസ്പീഷ്യസ് ആയിട്ട് ഈ ആൾക്ക് കോളൻ ക്യാൻസർ ഉണ്ടാവും എന്ന് നമ്മൾ ഹൈലി സസ്പീഷ്യസ്, പക്ഷെ നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അയാളില്. അങ്ങനെയുള്ള അവസരങ്ങളിൽ there is another test called CT colonography. അതായത് CT സ്കാൻ ആണ്, പക്ഷെ കോളനിക്കോടെ ബേരിയം, അതായത് ബേരിയം എന്ന് പറഞ്ഞ ഒരു റേഡിയോ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് പാസ് ചെയ്തിട്ട് മൊത്തം കോളനെ എക്സ്റേ പോലെ നമ്മൾ പിക്ചറൈസ് ചെയ്ത് അതിനകത്ത് ലീഷൻസ് ഉണ്ടെങ്കിൽ എടുക്കും. ഇപ്പൊ 3D ടൈപ്പ് ഓഫ് ഇമേജസ് ഉണ്ട് CTയുടെ. അപ്പൊ അതുകൊണ്ട് പോളിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻസറസ് ആണോ ഇല്ലയോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് CT കൊളോണോഗ്രഫി. പക്ഷേ അത് സ്ക്രീനിങ് ആയിട്ടൊന്നും ഇൻഷുറൻസ് കവർ ചെയ്തില്ല. ഇഫ് ദർ ഇസ് എ നീഡ് ഫോർ എ ഹൈ റിസ്ക് പേഷ്യന്റ്, വി കൻ യൂസ് ദാറ്റ് ടെസ്റ്റ്. Okay, thank you so much, Dr. Simi. I mean, we are so fortunate. I know you are a doctorate in this GI department, GI field, and I know you are doing so many studies on the GERD also. So we are so fortunate to have an expert in this field to explain all this very simply in Malayalam and English. So thank you so much, Dr. Simi. So I typically ask, do we have a takeaway message? Do you have to give us a message? ടേക്ക് അവേ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നമ്മളെ സംരക്ഷിച്ചേ പറ്റും. ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് ഇൻഫ്ലുവൻസ് ആവാതെ
if we have an option, especially we live in US, we have all the insurance, നമുക്ക് മടിയാണ്. ആ മടി നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ അവൈലബിൾ ആയിരിക്കണം, റൈറ്റ്? വി നീഡ് ടു ലീവ് ഫോർ ദം. അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നു. നമ്മൾക്ക് വി ഹാവ് ടു ബി റിയലി വെൽ ഫോർ ദം, ടു ടേക്ക് കെയർ ഓഫ് ദം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കരുത് എന്നുള്ളൊരു ഇതാണ്. പേടിക്കേണ്ട യാതൊരു ഹൈ റിസ്ക് ടെസ്റ്റുകളും നമ്മളെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസിൽ ഇല്ല. എല്ലാം സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ്. അത് അതിൻ്റെതായ സമയത്ത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുമ്പം നിങ്ങൾ പോയി ചെയ്യുക. അതിന് മടി വിചാരിക്കരുത് എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഡോക്ടർ സിമി. താങ്ക് യു. ഇതോടുകൂടി ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി ഞങ്ങൾ അടുത്ത മാസം വരുന്നതായിരിക്കും. ഇത്രയും ഏറെ ഈ കുഞ്ഞു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ശ്രോതാക്കൾക്കും ആശ റേഡിയോയുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തും. താങ്ക് യു സോ മച്ച്. ബൈ.